രാജഗോപാൽ സർ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചോ ഏതെങ്കിലും രീതിയിലുള്ള പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ വിവാദങ്ങളോ ഉയർന്നു വരുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് തീരുമാനമെടുക്കുന്നോ അതാണ് പാർട്ടിയുടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അവസാന വാക്ക്. പല കാര്യങ്ങളിലും നമ്മൾ അങ്ങനെയാണ് കണ്ടത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി, ഒരു 2-3 ദിവസങ്ങളിലായി അതിൽ നിന്നും കാര്യങ്ങൾ മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും. കാരണം PM ശ്രീയിൽ ഉൾപ്പെടെ ഉണ്ടായ വിവാദങ്ങൾ CPI അതിനിശിതമായി വിമർശിച്ചു. ശേഷം വന്ന MA ബേബിയുടെ ഉൾപ്പെടെയുള്ള ഒരു പ്രതികരണം, അതിനുശേഷം ഇതാ ഏറ്റവും ഒടുവിൽ പാർട്ടി സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്, MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു തെറ്റുപറ്റി എന്ന്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് അതീതരായി രണ്ട് സംസ്ഥാന അല്ലെങ്കിൽ രണ്ട് പാർട്ടി സെക്രട്ടറിമാർ ചില അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് മേലെ ഇതാ CPIയുടെയും CPMന്റെയും പാർട്ടി സെക്രട്ടറിമാർ ഈ രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇത് ഒറ്റ വരിക്ക് ഉത്തരം പറയുകയാണെങ്കിൽ CPMനകത്ത് പണ്ട് പാർട്ടി സെക്രട്ടറിയും ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന പിണറായി വിജയൻ ഉണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു, ഒരു അപ്പർ ഹാൻഡ് അദ്ദേഹത്തിനായിരുന്നു. അത് പാർട്ടിക്ക് ഉപരിയായിട്ടും മന്ത്രിസഭയിലാണെങ്കിലും ശരി, പാർട്ടിയിലാണെങ്കിലും ശരി, അദ്ദേഹം പറയുന്നതായിരുന്നു അവസാന വാക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ച ശേഷം മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുക എന്നൊരു സംവിധാനം CPMനകത്ത് ഉണ്ടായിരുന്നു. അത് സത്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുറത്ത് തീരുമാനങ്ങളൊക്കെ വരുമ്പോഴെല്ലാവരും അറിഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞെങ്കിലും വിജയൻ എന്ത് തീരുമാനിക്കുന്നു, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ തൂക്കം കിട്ടിക്കൊണ്ടിരുന്നത്. ആ സമ്പ്രദായത്തിലാണ് ഇപ്പൊ വരുന്നത്. ഒരു മാറ്റം വരികയാണ്. ആ മാറ്റം വന്നുകൊണ്ട് CPMന്റെ സെക്രട്ടറിമാര്, അത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനും തിരിച്ചറിയുന്നു, ഞങ്ങൾ പാർട്ടിയുടെ സെക്രട്ടറിമാരാണ്, ഞങ്ങളാണ് പരമാധികാരി. CPMനെ സംബന്ധിച്ചിടത്തോളം ആരാണ് പരമാധികാരി? അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്നും അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ നയിക്കുന്ന, പാർട്ടി നിർദ്ദേശിക്കുന്ന ആളുകൾ എന്നുള്ളതേ ഉള്ളൂ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എന്ന് പറഞ്ഞാൽ. ഇപ്പൊ പാർട്ടി സെക്രട്ടറിക്കാണ് പൂർണ്ണ അധികാരം എന്ന് പറയുന്നത്. പാർട്ടി സെക്രട്ടറി, പ്രത്യേകിച്ച് അഖിലേന്ത്യാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ തലത്തില് ഇന്ത്യയിൽ കുറച്ച് സംസ്ഥാനങ്ങളിൽ, അപൂർവം സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളൂ, കേരളത്തിൽ മാത്രമേ ഭരണമുള്ളൂവെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമാധികാര സ്ഥാനം എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. അത് ശ്രീ MA ബേബിയാണ്. അതേപോലെ തന്നെ സംസ്ഥാനത്ത് ഭരണം നടക്കുന്ന സംസ്ഥാനത്ത് ആരാണ്? ശ്രീ MV ഗോവിന്ദനാണ്. MV ഗോവിന്ദനാണ് സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത്. അവര് രണ്ടുപേരുമാണ് പാർട്ടിയുടെ നയങ്ങൾ പറയേണ്ടത്. പാർട്ടിയെ സംബന്ധിച്ചോളം അവരെടുക്കുന്ന നയങ്ങൾ പറയേണ്ട ആധികാരിക വക്താക്കൾ എന്ന് പറയുന്നത് അവർ രണ്ടുപേരുമാണ്, അല്ലാതെ മുഖ്യമന്ത്രി അല്ല. മുഖ്യമന്ത്രിക്ക് നയപരമായ കാര്യങ്ങൾ അങ്ങനെയും കയറി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അതാണ് CPMന്റെ ഭരണഘടന പറയുന്നത്. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പുറത്തു വന്ന വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ച് MV ഗോവിന്ദൻ എന്താണ് പറയുന്നത്? ഇന്നലെ നടന്ന LDFന്റെ യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഈ വിഷയങ്ങളൊക്കെ വന്ന ശേഷം ഇന്നലെ അദ്ദേഹം പരസ്യമായിട്ട് സമ്മതിച്ചിരിക്കുകയാണ്, CPMന് തെറ്റുപറ്റി, പാർട്ടിക്കൊരു തെറ്റുപറ്റി. അതായത് PM ശ്രീ വിഷയത്തിൽ LDFിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ ആ വിഷയം കൊണ്ടുവന്നതില് CPMന് തെറ്റുപറ്റി. പരസ്യമായ കുറ്റസമ്മതം തന്നെയാണ് പാർട്ടി സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ തെറ്റുപറ്റിയത് ആർക്കാണ്? അങ്ങനെ CPIയെ ഇരുട്ടത്ത് നിർത്തി, പ്രധാന ഘടകകക്ഷിയായ CPIയെ ഇരുട്ടത്ത് നിർത്തിക്കൊണ്ട് ഒരു പക്ഷെങ്കിൽ അവര് പാർട്ടി മുന്നണി വിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതാണ്, അല്ലേ? അപ്പോഴത്തേക്ക് അഖിലേന്ത്യാ നേതൃത്വം ഇടപെട്ടു. ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെങ്കിൽ CPI മുന്നണി വിടേണ്ട സാഹചര്യത്തിലേക്ക്, അതായത് മന്ത്രിസഭ ആദ്യത്തെ തീരുമാനം എന്ന നിലയിൽ മന്ത്രിസഭാ യോഗങ്ങളിൽ പങ്കെടുക്കേണ്ട, അങ്ങനെ കടുത്ത തീരുമാനങ്ങളിലേക്ക് പാർട്ടി പോവുകയായിരുന്നു. ആ സമയത്ത് അഖിലേന്ത്യാ നേതൃത്വം, പ്രത്യേകിച്ച് MA ബേബിയും T രാജയും ഇടപെട്ടു. രണ്ട് പാർട്ടിയുടെയും അഖിലേന്ത്യാ സെക്രട്ടറിമാർ ഇടപെട്ടത് കൊണ്ടാണ് പ്രശ്നം പരിഹരിച്ചത്. ആ വിഷയമാണ് ഇന്നലെ CPMൽ ചർച്ചയ്ക്ക് വന്നു, സംസ്ഥാനത്ത് കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വന്നു. വന്ന സമയത്ത് LDFിൽ വന്നപ്പോൾ എന്താണ് പറയുന്നത്? അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനകത്തില്, പാർട്ടിക്ക് ഒരു തെറ്റുപറ്റി, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുതായിരുന്നു, മന്ത്രിസഭയെ അറിയണമായിരുന്നു. ഈ തീരുമാനം, നയപരമായ ഒരു തീരുമാനം വരുമ്പോൾ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഒപ്പിടുകയാണ്. ഇത് കൺകറന്റ് ലിസ്റ്റിലുള്ള എന്ത് വിഷയമാണെങ്കിലും ശരി, കേന്ദ്ര ഗവൺമെന്റുമായിട്ട് 1500 കോടി രൂപയുടെ ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ തീർച്ചയായിട്ടും മന്ത്രിസഭയെ അറിയണം. മന്ത്രിസഭയ്ക്ക് മുമ്പിൽ ആ നോട്ട് വരുമ്പോൾ CPI മന്ത്രിമാരൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. അവരിങ്ങനൊരു കാര്യമേ അറിഞ്ഞിട്ടില്ല. LDFിലെ CPMലെ ചില മന്ത്രിമാരും പറയുന്നുണ്ട് അവര് പറഞ്ഞിട്ടില്ല. പിന്നെ ഘടകകക്ഷികൾ പരസ്യമായിട്ട് തന്നെ പറഞ്ഞില്ലേ,
RJD ഒക്കെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം വരുന്ന AK ശശീന്ദ്രനും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇത് ആരുടെ തീരുമാനമായിരുന്നു? ആരാണ് ഇത് ചെയ്തത്? ഇത് ചെയ്തത് എന്തായാലും മന്ത്രി ശിവൻകുട്ടിയല്ല. ശിവൻകുട്ടിയാണ് പരസ്യമായിട്ട് പറഞ്ഞത്. നമ്മളൊക്കെ അറിയുന്നത് മന്ത്രി ശിവൻകുട്ടിയുടെ പത്രസമ്മേളനം നടക്കുമ്പോഴാണ് അറിയുന്നത്. ശിവൻകുട്ടി പറയും ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ടിരിക്കുന്നു, ഒപ്പിടാൻ പിന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് പിന്നെ 1500 കോടി രൂപ കിട്ടും. PM ശ്രീയും പിന്നെ പിന്നെ വിദ്യാഭ്യാസ ഫണ്ട് SSK ഫണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് SSK ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ PM ശ്രീയിൽ ഒപ്പിടണം. അങ്ങനെയാണ് മന്ത്രി പറയുന്നത്. നമുക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, സാറന്മാരുടെ ശമ്പളം മുടങ്ങി കിടക്കുന്നു, കുട്ടികളുടെ ഭിന്നശേഷി കുട്ടികളുടെ അടക്കമായ മറ്റു കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പണം കിട്ടുന്നില്ല. അപ്പൊ പണം കിട്ടണമെങ്കിൽ PM ശ്രീയിൽ ഒപ്പിടണമെന്നാണ്. PM ശ്രീയിൽ ഒപ്പിടണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്, പല സംസ്ഥാനങ്ങളോടും പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ മാത്രമാണ് മാറി നിന്നത്. തമിഴ്നാട് ഈ പണം മേടിച്ചു, പക്ഷെ അവർ കേസ് നടത്തുന്നുണ്ട്. അപ്പൊ ബംഗാൾ മാത്രമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ ഇത് നമ്മൾ ആദ്യം അറിയുന്നത് മന്ത്രി ശിവൻകുട്ടിയിൽ നിന്നാണ് അറിയുന്നത്. ശിവൻകുട്ടിയാണ് ഇത് പറയുന്നത്. അത്തരം ഒരു വിഷയം, അത്തരം നയപരമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് LDF അറിയണ്ടേ? അത് മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് വരണ്ടേ? ക്യാബിനറ്റ് നോട്ടിന് അതില്ലാതെ വരുന്നു. ക്യാബിനറ്റ് നോട്ടിൽ വരുമ്പോൾ ആണ് മന്ത്രിമാർ അറിയുന്നത്. ഇതിനു മുമ്പ് തന്നെ, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, ഒരു പക്ഷെങ്കിൽ ആദ്യം പറയുന്നത് പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലേക്ക് പോയിരുന്നു. ഡൽഹിയിലേക്ക് പോയി കേന്ദ്ര നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകി പോയി ഒപ്പിട്ടതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വാസുകിക്കോ അല്ലെങ്കിൽ മന്ത്രി ശിവൻകുട്ടിക്കോ വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമാണെന്നുള്ളത് സാധാരണ ആൾക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. അതിന് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഒരു അറിവ് ഇതിനകത്ത് ഉണ്ടാകണം. മുഖ്യമന്ത്രി അറിയാതെ, ഇപ്പൊ ശിവൻകുട്ടി എത്ര വലിയ ജയൻ കില്ലറാണ്, ഞാൻ BJP സ്ഥാനാർത്ഥിയെ തരി അണച്ച ആളാണെന്നൊക്കെ അവകാശവാദം പറഞ്ഞു കഴിഞ്ഞാലും മുഖ്യമന്ത്രി അറിയാതെ എന്തായാലും ശിവൻകുട്ടി ആ ഫയലിലൊന്നും ഒപ്പിടത്തില്ല. അത്തരം കാര്യങ്ങൾ ഫയൽ നീക്കത്തില്ല. അപ്പൊ ഒരു തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ അറിവ് ഉണ്ടായിരിക്കണം. അതിനകത്ത് യാതൊരു സംശയമില്ല അത്തരം കാര്യങ്ങളിൽ. അത് പാർട്ടി സെക്രട്ടറി അറിഞ്ഞിട്ടില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു മന്ത്രിയും തമ്മിൽ ഒരു ധാരണയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അറിയണ്ടേ? പാർട്ടി സെക്രട്ടറി അറിയണ്ടേ? എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ തിരുത്തൽ ഏറ്റുവാങ്ങിക്കാൻ മാത്രമുള്ള ഒരാളല്ല ഞാൻ. അതാണ് MV ഗോവിന്ദൻ പറയുന്നത്. മലപ്പുറത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞില്ലേ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം മറ്റേ RS ജനസംഘവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും മുഖ്യമന്ത്രി എന്താ ചെയ്തത്? പാർട്ടി സെക്രട്ടറി പരസ്യമായിട്ടല്ലേ, പരസ്യ ശാസന പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അത് പാർട്ടി സെക്രട്ടറി ഒന്നുമല്ല പറയേണ്ടത്, ഞാൻ പറയുന്നതാണ് നയം എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് തിരുത്തിയതാണ് നമ്മുടെ. പക്ഷെ അന്ന് ഗോവിന്ദൻ സൈലന്റ് ആയിരുന്നു. അന്ന് MV ഗോവിന്ദൻ വളരെ സൈലന്റ് ആയിരുന്നു. എന്താണ് ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിന്റെ കാരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നത് MA ബേബിയുടെ ഒരു ഇടപെടലാണെന്ന് തോന്നുന്നു. MA ബേബി അഖിലേന്ത്യാ സെക്രട്ടറി ഒക്കെ ആണെങ്കിലും CPM-ന്റെ നേതൃത്വമായിട്ട്, പ്രത്യേകിച്ച് പിണറായി വിജയൻ സഖ്യവുമായിട്ടൊന്നും അദ്ദേഹത്തിന് ആ ഗ്രൂപ്പുമായിട്ടൊന്നും പിന്നെ അടുപ്പമുണ്ട്, പാർട്ടിപരമായ അടുപ്പമുണ്ടെന്നുള്ളതല്ലാതെ അങ്ങനെ വലിയൊരു അടുപ്പത്തിന്റെ ഒരു പിന്നെ സാധ്യത ഇല്ലായിരുന്നു. അങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയം അങ്ങനെയായിരുന്നു. ഇദ്ദേഹത്തോട് അങ്ങനെ MA ബേബിയോട് ചേർന്ന് നിന്നൊരു രാഷ്ട്രീയമായിരുന്നില്ല, അല്ലെങ്കിൽ പിണറായി വിജയനോടുള്ള ഒരു ദൈനംദിന രാഷ്ട്രീയമായിരുന്നില്ല ശ്രീ MA ബേബിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ സീനിയോറിറ്റി പരിഗണിച്ച് MA ബേബി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയി. പക്ഷെ എങ്കിലും ആ ചെറിയ അകൽച്ച ഇപ്പോഴും മാനസികമായ അകൽച്ച തുടരുകയായിരുന്നു. പക്ഷെ ഇവിടെ MA ബേബി കയറി ഇടപെട്ട് കളഞ്ഞു. അതാണ് MA ബേബി തന്റെ കരുത്ത്, ആനയുടെ കരുത്ത് ആന തിരിച്ചറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള അവസ്ഥയായിരുന്നു ഇതിനകത്തിലുണ്ടായിരുന്നത്. പക്ഷെ MA ബേബി തന്റെ കരുത്ത് തിരിച്ചറിഞ്ഞു. ഞാൻ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്, ഞാനാണ് അഖിലേന്ത്യാ തലത്തിലുള്ള നയങ്ങൾ പറയേണ്ടത്, അതല്ലാതെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ബേബിക്കുണ്ടായി. അതുകൊണ്ടാണ് ബേബിക്ക് അത് പരിഹരിക്കാൻ പറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ 40-45 വർഷമായിട്ട് ഒന്നിച്ച് മുന്നണിയിൽ നിൽക്കുന്ന ഒരു CPI പോലെ ഒരു കക്ഷിയെ ഒന്നുമല്ലാതെ കരിയാപ്പല പോലെ എടുത്ത് കളയാൻ, നമ്മൾ പറഞ്ഞില്ല കറിവേപ്പല പോലെ എടുത്ത് കളയാൻ ഒരു ശ്രമമാണ് നടന്നതായിരിക്കാം. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരൊരു കാര്യമേ അല്ല, CPI നമുക്കൊരു പ്രശ്നമേ അല്ല എന്നൊരു മട്ടിലാണ് അത് കാര്യങ്ങൾ കൊണ്ടുപോയത്. നേരത്തെ തന്നെ പല പ്രശ്നങ്ങളും അങ്ങനെയായിരുന്നു. അവർ 4 പാർലമെന്റ് സീറ്റ് ഉണ്ടായിരുന്നല്ലോ, 4 പാർലമെന്റ് സീറ്റിലാണ് അവർ മത്സരിച്ചത്. അവർക്ക് തൃശ്ശൂരും മാവേലിക്കരയിൽ നല്ല പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളായിരുന്നു. തൃശ്ശൂരിലെ സുനിൽകുമാറും മാവേലിക്കരയിലെ സീറ്റിൽ അവർക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? സമ്പൂർണ്ണ പരാജയത്തിലേക്ക് CPI കൊണ്ടുപോയി, അല്ലേ? മാവേലിക്കരയിൽ മത്സരം തന്നെ ഇല്ലെന്നായിരുന്നാണ് പറയുന്നത്. ഒരു പക്ഷെങ്കിലും കടുത്ത മത്സരം വരാവുന്ന ഒരു മണ്ഡലമായിരുന്നത്. വളരെ CPM കുറച്ചുകൂടെ ആത്മാർത്ഥത ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ CPI സ്ഥാനാർത്ഥിക്ക് ഇവിടുന്ന് പാർലമെന്റിൽ ജയിക്കാമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. പക്ഷെ സംഭവിച്ചില്ല.
തൃശ്ശൂരെ സാഹചര്യം വേറെയാണ്. സുനിൽകുമാറിനെ പോലെ സ്ഥാനാർത്ഥി വന്നെങ്കിലും സുരേഷ് ഗോപിയും കെ മുരളീധരനും ഒക്കെ വന്നപ്പോഴത്തേക്ക് അപ്രസക്തം പോയി നമുക്ക് പറയാം. പക്ഷെ ഒരു സീറ്റിൽ പോലും അങ്ങനെ CPI ഏതാണ്ട് ഒരു മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോലെ കാര്യങ്ങൾ എത്തിയതാണ്. ഇവിടെയാണ് പാർട്ടി സെക്രട്ടറി ഉഷാറായിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് വരികയാണ്, ഇനിയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളിനെ ഒരു ഏകമുഖത്തിലേക്ക് പാർട്ടിയെ ഒതുക്കാൻ അവർ തയ്യാറല്ല. അതാണ് ആ മെസ്സേജ് വന്നിരിക്കുന്നത്. കൃത്യമായ മെസ്സേജാണ് വന്നിരിക്കുന്നത്. MA ബേബി ഉണർന്ന് പ്രവർത്തിച്ചു, അഖിലേന്ത്യാ സെക്രട്ടറി ഉണർന്ന് പ്രവർത്തിച്ചു. ഒരുപക്ഷെ കൃത്യമായ ഒരു മെസ്സേജ് ആയിരിക്കും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വന്നിരിക്കുന്നത്. നിങ്ങൾ ചക്കാരനായിട്ട് നിൽക്കണ്ട, നിങ്ങൾ അങ്ങനെ പേടിച്ച് നിൽക്കണ്ട, അല്ലേ? നമ്മള് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ MV ഗോവിന്ദനെ പേടിച്ച് നിൽക്കുന്ന സെക്രട്ടറിയാണ്. നിങ്ങൾ നിങ്ങളുടെ ബലം തിരിച്ചറിയൂ, നിങ്ങളുടെ ശക്തി തിരിച്ചറിയൂ. അതിന്റെയൊക്കെ ഒരു സൂചനയാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ നടന്ന യോഗത്തില് പരസ്യമായ MV ഗോവിന്ദൻ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയാത്തില് അങ്ങനെ പാർട്ടിയെയും LDF-നെയും ഇരുട്ടിൽ നിർത്തിയത്, മന്ത്രിസഭയിൽ നിർത്തിയത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ പിന്നീട് പറയാം, ഇപ്പൊ പറയുന്നില്ലെന്നുള്ളത്. അപ്പൊ എന്തോ പറയാനുണ്ട് അദ്ദേഹത്തിന്, എന്തോ പറഞ്ഞത് വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് അവര് നമ്മൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനം ഒരു പക്ഷെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വരികയാണ്. തീർച്ചയായിട്ടും മാറ്റം വരികയാണ്. CPM-ന്റെ നയം തന്നെയാണ് കേട്ടോ. അവർക്ക് പാർട്ടി സെക്രട്ടറിയാണ് പരമാധികാരി. ആ പരമാധികാരികളിലേക്ക് അധികാരം തിരിച്ചെത്തുന്നു. ഒരു പക്ഷെങ്കിലും ഇലക്ഷനിൽ ഇനിയും വരാൻ പോകുന്ന നാളുകളിൽ CPM-ന്റെ നയവും മറ്റും കാര്യങ്ങൾ പറയുന്നതും ഒക്കെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ അഖിലേന്ത്യാ സെക്രട്ടറിയും ആയിരിക്കും. അല്ലാതെ പിണറായി വിജയൻ എന്നുള്ള ഒറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുക, അതിന് മാറ്റം വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് MV ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. MV ഗോവിന്ദൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ റോൾ എന്താണെന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരേ സമയം മുഖ്യമന്ത്രിയായും അതല്ലെങ്കിൽ പാർട്ടിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പാർട്ടി സെക്രട്ടറിയുമായി ഇരിക്കുകയായിരുന്നു എന്ന വിവാദങ്ങൾക്കും അത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ സംശയിക്കുന്നതിലും തെറ്റു പറയാൻ സാധിക്കില്ലായിരുന്നു. അതിനിടയിലാണ് MV ഗോവിന്ദന്റെ കൃത്യമായ ഒരു നിലപാടും സെക്രട്ടറി എന്ന പൊസിഷനിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു അഭിപ്രായവും വന്നിരിക്കുന്നത്. രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലൊരു അപ്രമാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനാണ് ഇപ്പോൾ MV ഗോവിന്ദൻ കൃത്യമായ ഒരു ഉത്തരം നൽകിയിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ.